ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു ന്യൂ മെമ്പർ വരികയാണ്. ആരാണെന്നല്ലേ? ടടാ! ഇതാണ് സൈക്കിളിന്റെ ലോക്ക്. അപ്പം ഇതെന്തായാലും നമുക്ക് ലാസ്റ്റ് തുറക്കാം. ഇപ്പം എന്തായാലും നമുക്ക് ബാക്കിയുള്ള കവറൊക്കെ പൊട്ടിക്കാം. സൈഡിലും പിന്നെ പുറകിൽ ആർക്കെങ്കിലും ഇരിക്കാനുള്ള സൈഡിലും പിന്നെ ടയറിന്റെ സൈഡിലും ആണ് ഈ കവർ ഇവർ വെച്ചേക്കുന്നത്. ഈ ചെയ്യുന്ന പരിപാടിക്ക് ഇടയിൽ കൊതുകും വന്ന് കടിക്കും. അതാണ് ഒരു മെയിൻ പ്രോബ്ലം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു ബാഡ് വെതർ ആയിരുന്നു. ഇന്ന് മഴയൊക്കെ ആയിരുന്നു. ഞങ്ങൾ കാറിലാണ് പോയി സൈക്കിൾ മേടിച്ചത്. ഞങ്ങളുടെ പ്ലാൻ അച്ഛൻ ബൈക്കിലും ഞാൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് വരാമെന്നായിരുന്നു. എങ്ങാനും അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ഫുള്ള് നനഞ്ഞങ്ങ് വന്നേനെ. ഫ്രണ്ടിൽ ഒരു എരുപ്പ് മാത്രമേ കിടപ്പുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഭയങ്കര വലുതും, അതുകൊണ്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവസാനം മാറി എൻ്റെ എരുപ്പ് തന്നെ പോയിട്ടു. പക്ഷെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചെരുപ്പിൻ്റെ കുഴപ്പമല്ലായിരുന്നു, എൻ്റെ കുഴപ്പമായിരുന്നു. തവള ചവിടുന്ന പോലെ ചാടുന്ന കണ്ടില്ലേ? ചവിട്ടാറില്ലാത്തതുകൊണ്ട് ഫുള്ളങ്ങ് മറന്നുപോയി. ഒരു 5-6 മിനിറ്റ് ചവിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ചെറുതായിട്ട് അതിൻ്റെ ഒരു ടച്ചൊക്കെ തിരിച്ച് കിട്ടി. എന്നാലും സ്പീഡിന് ഓടിക്കുള്ളത് ധൈര്യം മനസ്സിലില്ല. അതാണ് പ്രശ്നം. കുറച്ച് നാളെ ഓട്ടി കഴിയുമ്പോഴേക്കും എല്ലാം പ്രാക്ടീസ് ആവും. പിന്നെ സ്പീഡിലൊക്കെ പോകാൻ പറ്റുമായിരിക്കും. അത് ഇതേപോലെ തന്നെ പിങ്ക് സൈക്കിളായിരുന്നു. പിങ്ക് വിട്ടൊരു കളിയില്ല. ഇപ്പം വേണ്ടുന്ന ഡ്രസ്സ് വരെ പിങ്കാണ്. അന്നത്തെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ തെങ്ങിപ്പോയൊക്കെ ഇടിച്ച് ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. അച്ഛൻ സൈക്കിളിൽ പുറകെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ധൈര്യത്തിൽ ഞാനങ്ങ് വിട്ടുപോയി. തിരിഞ്ഞു നോക്കപ്പോൾ ആളെ കാണാനില്ല. അങ്ങനെയാണ് ഞാൻ ചവിട്ടൽ പഠിച്ചത്. എന്തായാലും ചവിട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു, ലോക്ക് പൊട്ടിക്കാൻ. അപ്പം അതങ്ങ് തുടങ്ങും. ഇതിനകത്തുള്ള ലോക്ക് പൂട്ടാനും തുറക്കാനൊക്കെ അറിയുമെന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയ ഗമ പറഞ്ഞു അറിയാമെന്നൊക്കെ. പക്ഷേ ചെയ്തൊക്കെ എപ്പോഴും മനസ്സിലായ ഇത് നല്ല പാടാന്നുള്ള കാര്യം. പാടൊന്നുമല്ല, അറ്റ്ലീസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയണം. എന്നാലും നമുക്ക് വല്ലതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിനി അച്ഛൻ്റെ അടുത്ത് പോയി തന്നെ ചോദിക്കാം. അതേ മാർഗമുള്ളൂ. അച്ഛൻ കാണിച്ചു തന്നപ്പോഴാണ് ഈ പരിപാടി ഞാൻ മനസ്സിലാക്കിയത്. ഇത്ര സിമ്പിളായ സാധനം പോലും എനിക്ക് അറിയില്ലെന്നോർത്ത് എനിക്കൊരു ഇതായിട്ട്. ഏത് അച്ഛൻ കാണിച്ച പോലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ് ആയതിൻ്റെ സന്തോഷമാണ് ഇപ്പം കണ്ടത് കേട്ടോ. നീ ഒന്ന് ലോക്കാക്കി കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സക്സസ്. ലോക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പഠിച്ചതിൻ്റെ സന്തോഷമാണ് മുഖത്തിപ്പോൾ കണ്ടത്. എന്താ ശരി. അപ്പം ഇത്രയുള്ള വീഡിയോ ബൈ ബൈ, സീ യു. ഒരു ലൈക്ക് ഒക്കെ തന്നിട്ട് പോണേ.